ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നത്, കാരണം ഞാനൊരു ടൈം മിഷൻ്റെ, അതായത് ടൈം ട്രാവൽ, അങ്ങനൊരു മൂവി ഇന്ന് കണ്ടു കേട്ടോ. കണ്ടപ്പം എനിക്ക് തോന്നി, എനിക്ക് അങ്ങനൊരു കാര്യം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനത് കണ്ടതിന് ശേഷം ഇതിങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങളും ഒന്ന് ആലോചിക്കാം. ഫസ്റ്റ് എനിക്ക് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോവില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാം നമുക്ക് ആലോചനയാണ്, റിയലായിട്ട് നടക്കുന്ന കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോകുന്നത് എൻ്റെ വിദ്യാഭ്യാസം. ആ സ്കൂൾ പഠിക്കുന്ന ആ സമയത്തിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ശരിയാക്കാൻ തോന്നും. അത് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് ഞാൻ തോന്നുന്നു, ഞാൻ ഒന്ന് എക്സാം എഴുതാൻ ഫെയിലായിപ്പോയി. അത് ചെയ്യാതെ ആ ഒരു എക്സാം എഴുതി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, ആ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി മരിച്ചു പോയത്. അന്നേരം ആ ഒരു കൂട്ടുകാരിയെ വീണ്ടും കാണാം. പിന്നെ അവൾ അന്നത് കഴിച്ച് ഒരു ഭക്ഷണം കഴിച്ചിട്ടാണ് പുള്ളിക്കാരി മരിച്ചത്. എന്നാൽ അത് കഴിക്കാതിരിക്കാമായിരുന്നു, പറഞ്ഞു കൊടുക്കാം, അത് കഴിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരിക്കാം. എന്നിട്ട് ഒരുമിച്ച് പഠിച്ച് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ഫെയിലർ ആവാതെ നല്ല രീതിയിൽ മാർക്കോടെ മേടിച്ച് സിസ്റ്ററെ കാട്ടി ഒരു ക്ലാസ് മുമ്പേ പഠിച്ച് വലിയ ലെവലിലെത്തണം. ഇല്ലെങ്കിൽ അത് ഒരു എന്താ പറയുക, എൻ്റെ കല്യാണം കഴിഞ്ഞ 17 വയസ്സിലാണ്. ആ 17 വയസ്സിൽ പോലും മാരേജ് ചെയ്യാതെ ഉപരിപഠനത്തിന് പോയി അതുപോലെ പഠിച്ച് നല്ല രീതിയിൽ ഒരു ഹൈ ക്ലാസ് രീതിയിൽ ഇപ്പം നല്ലൊരു ഉദ്യോഗസ്ഥയായിട്ട് ഇരിക്കണമെന്ന് ആ ഒരു ചിന്ത, കല്യാണം കഴിക്കാതെ ഇനിയിപ്പം ഞാൻ എൻ്റെ ആ കല്യാണം കഴിച്ച പാർട്ട്ണറെ പോലും തിരഞ്ഞെടുക്കാതെ വേറൊരു പാർട്ട്ണർ ലൈഫിൽ വന്നു. ഇല്ലെങ്കിൽ അതിൽ ഒരു 2-3 കുട്ടികളൊക്കെ ഉണ്ടായി സുഖമായി ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. സീരിയസ്ലി പറയാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു 19 വയസ്സ് മുതൽ ഇപ്പോൾ ഇത്രയും വർഷം വരെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച കുറേ ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിമറിച്ച് ഒരു നല്ല ഒരു ലൈഫായിട്ട്, നല്ല ലെവലായിട്ട്, നല്ലൊരു ജീവിതത്തിൻ്റെ ഇല്ലെങ്കിൽ ഒരു നല്ലൊരു വീട്ടമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കാമായിരുന്നു ഞാൻ ചിന്തിക്കുകയാണ്. അയ്യോ, ഇങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കാമായിരുന്നു. പക്ഷേ അപ്പോഴൊരു മോനുസ് എങ്ങനെയെങ്കിലും വരണം കേട്ടോ. മോനുസിൽ ഇല്ലാതെ പറ്റത്തില്ല. അന്നേരം ആ രീതിയിലൊക്കെ ഇങ്ങനെ ജീവിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴല്ലോ, അയ്യോ നമുക്കിങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങളും ശരിക്കും നിങ്ങളുടെ മൂവിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എടുക്കാമായിരിക്കുമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അതുപോലെയാണ് ഞാനും ഇത് ചിന്തിച്ചത്. എന്തായാലും മൂവി നല്ലതായിരുന്നു, കണ്ടു. പക്ഷേ എനിക്ക് അതുപോലെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് ഫീലായി. അതാണ് ഈ സിനിമകളുടെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾക്കും അതുപോലെ യാത്ര ചെയ്യണമെന്ന് തോന്നും. എന്നിരുന്നാലും നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു കാര്യം തോന്നുന്നെങ്കിൽ നിങ്ങളതെന്നോട് തുറന്ന് പറയുക. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് ഇത് റീഫ്രഷ് ചെയ്ത് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഏതൊരു മനുഷ്യനും തോന്നുന്ന കാര്യം, അങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രായത്തിലായാലും നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങൾ പല രീതിയിലുള്ള പല വ്യത്യാസങ്ങളാണ്. അതുപോലെ ഞാനും ഇതങ്ങ് ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരിക്കലും നമ്മളൊക്കെ അങ്ങനെ ആകുമോ അല്ല, അതൊക്കെ ഒരു സങ്കല്പം, അതുപോലെ ആ ഒരു ഡ്രീമാണ്. പക്ഷേ ആ പടത്തിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കിങ്ങനെ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, നമുക്കും ഇങ്ങനെ ബാക്കിലോട്ട് പോയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ശരിയാക്കാമായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അതുപോലെയാണ് പല കാര്യങ്ങൾ. അപ്പം ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ചാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നത്. ഒരു ടൈം ട്രാവലറോ ടൈം മെഷീനോ കിട്ടിയിരുന്നെങ്കിൽ നമുക്കും ഒന്ന് യാത്ര ചെയ്തു പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് എടുത്ത് ഇപ്പം നിൽക്കുന്ന സൈന്ധവിയിൽ നിന്നും വേറെ സൈന്ധവിയിലേക്ക് മാറാമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ശരിയായിരിക്കാം, ഇല്ലെങ്കിൽ തെറ്റായിരിക്കാം. ഈ ആൾക്കാർ കാണുന്ന കാഴ്ചപ്പാടിലാണ് നമുക്ക് തെറ്റും ശരിയും മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ്. അതായത് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്കത് പറഞ്ഞു തരാം. കാരണം ചിലപ്പോൾ നിങ്ങൾ എനിക്ക് വട്ടമായിരിക്കും, അത് വട്ടമൊന്നും അല്ല കേട്ടോ. അതങ്ങനെ കണ്ടതുകൊണ്ട് മനസ്സിൽ തോന്നിയൊരു ചെറിയൊരു ഫീലിങ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ഓരോന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് എനിക്ക് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ മുമ്പ് അത് ആലോചിച്ചിരുന്നെങ്കിൽ അത് അങ്ങനെയൊന്നും ശരിയായിരുന്നല്ലോ എന്ന് ഞാൻ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവരോട് നമ്മൾ അങ്ങനെ സംസാരിക്കണം, അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ എത്തിപ്പെട്ട് നിൽക്കുന്നതെന്നൊക്കെ പല കാര്യങ്ങളിലും നമ്മൾ ഒന്ന് ചിന്തയിൽ കൂടെ എങ്കിലും നമ്മൾ ബാക്കിലോട്ടൊന്ന് ചിന്തിക്കാറുണ്ട്.
അത് ഞാൻ എപ്പോഴും ചിന്തിക്കാനുള്ള കാര്യമാണ് ബാക്കിലോട്ട്. കാരണം അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ട വരത്തില്ലായിരുന്നല്ലോ, ഇച്ചിരി കൂടെ നല്ല രീതിയിലായേനല്ലോ, ഇല്ലെങ്കിൽ അന്ന് അത് പറയാതിരുന്നാൽ കൊള്ളാമായിരുന്നല്ലോ എന്ന് പല കാരണങ്ങൾ ഞാനും ചിന്തിക്കാറുണ്ട്. അന്നേരം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡോട്ട് ഒരു നിമിഷം നമ്മൾ ഈ ടൈം മെഷീനിലൂടെ നമ്മളൊന്ന് പോകാറുണ്ട് ബാക്കിലോട്ട് ഒന്ന് ക്ലിയർ ആക്കാൻ. പക്ഷെ അത് ഇപ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെയാണ്. അങ്ങനത്തുള്ള ചില കാര്യങ്ങളാണ്. നമ്മുടെ വായിൽ നിന്ന് വീഴുന്നതായാലും പറയുന്നതായാലും നമുക്കത് പറയാതായി ഇരിക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മളത് പറഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനൊരു ടൈം മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പറയുന്നതിന് നമുക്ക് ചിന്തിക്കും, ഇങ്ങനെ പറയരുത്, തെറ്റാണ്, അങ്ങനെ കാണിക്കരുത് എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. അതിനിടെ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഇന്ന് എക്സാമാണ്, നല്ലോണം പഠിക്കണം, എഴുതണം എന്ന് നമുക്ക് ചെയ്യാമല്ലോ. പക്ഷെ അന്ന് നമ്മളൊന്നും ചെയ്യാത്തതിനാണല്ലോ ഇപ്പോൾ ഇങ്ങനെ സീറോ ആയിട്ട് വന്നിരുന്ന് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അതൊരു ഈ ട്രാവൽ ഇല്ലെങ്കിൽ ടൈം മെഷീൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും എന്തോ ഈ ലോകത്തുണ്ടോ ഇല്ലെന്നോ എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ മൂവി ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോയാൽ എങ്ങനെ ഇരിക്കും, എങ്ങനെ ട്രാവൽ ചെയ്ത് എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി. എന്നാൽ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ഞങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ബാക്കിലോട്ടും നിങ്ങളിപ്പോൾ നിൽക്കുന്ന എൻ്റെ വീഡിയോ കാണുന്നവർ മാക്സിമം എനിക്ക് ഒരു 35-30 മുതലുള്ള വ്യക്തികളായിരിക്കുന്ന എൻ്റെ ചിന്ത. അത് നിങ്ങൾ ആ ടൈം മുതലൊന്ന് ബാക്കിലോട്ട് ചിന്തിച്ച് നോക്കണം. എന്തായിരിക്കും ഇതിൽ നമുക്ക് മിസ്സിങ് ആയിപ്പോയി, നമ്മൾ ചെയ്യേണ്ടായിരുന്നു തോന്നിയ പല കാര്യങ്ങളും നമുക്ക് ഒന്നും കൂടെ ഒന്നും റിവാൻഡ് ചെയ്ത് ഒന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേ. ശരിക്കും നിങ്ങൾക്കും മനസ്സിലാവും ഈ ട്രാവൽ മിഷൻ നമുക്ക് എത്രത്തോളം നിലവിലുണ്ടായിരുന്നു, നമുക്ക് എത്രത്തോളം ഗുണം ചെയ്യുമായിരുന്നു. നിങ്ങളും ചിന്തിച്ചു പോകും. ഞാൻ ചിന്തിച്ച മാതിരി 100% ഉറപ്പാണ്. അപ്പോൾ എന്താ, എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഞാനും ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞാൻ ഈ മൂവി കണ്ടിട്ട് കുറച്ച് സമയമായി. അന്നേരമാണ് ഞാൻ ഇങ്ങനെ എങ്ങനെ ആയിരിക്കും, ഇതൊക്കെ നടക്കണ കേസാണോ, ഇല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഈ ലോകത്തുണ്ടോ, എനിക്കറിയില്ല. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പൂർണ്ണമായിട്ടും വിവരമില്ല കേട്ടോ, സത്യം പറയാം. എനിക്ക് സിനിമ കണ്ടപ്പോൾ മുതൽ എനിക്ക് തോന്നിയതാണ് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണം. ഒന്ന് ടൈം ട്രാവൽ അല്ലെങ്കിൽ ടൈം മെഷീനിൽ കൂടെ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ സൈന്ധവി എങ്ങനെയാകും, ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യും. ഞാൻ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തിരുത്തിയേനായിരുന്നു, സത്യം പറയാം. കാരണം ഞാൻ ഇച്ചിരി കൂടെ നല്ല രീതിയിൽ പഠിച്ചതന്നെയായിരുന്നു. നല്ലൊരു ഗവൺമെൻറ് ജോലിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ജോലിയിൽ ഇരിക്കാനോ, ഇല്ലെങ്കിൽ തന്നെ എനിക്ക് പട്ടാളക്കാരി ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ ചെറുപ്പത്തിൽ. പക്ഷേ അങ്ങനെയൊക്കെ ആയിപ്പോയെന്നായിരുന്നു. എന്തെങ്കിലും രീതിയിൽ പട്ടാളത്തിലോ അങ്ങനെയാ, ഇല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയി നല്ല ജോലിയിലൊക്കെ ജീവിച്ചതന്നെയായിരുന്നു. പക്ഷേ ഇനി അതൊന്നും പറ്റത്തില്ല. 10-42 വയസ്സായി. ഇനി ഏത് പട്ടാളത്തിലെ ആൾക്കാരെടുക്കുന്നത്? അത് നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ച് ഇരിക്കുക, അതല്ലേ ശരി. നിങ്ങൾ ആലോചിച്ച് നോക്കെ. അതിനിപ്പോൾ ട്രാവൽ മിഷനിലൊന്നും കയറാൻ നിൽക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അതൊന്നും ഇല്ല. ഇതൊക്കെ സാങ്കല്പികം മാത്രമാണ്. ഓരോ കാര്യങ്ങൾ എല്ലാം സാങ്കല്പികം, എല്ലാ കാര്യങ്ങളും സാങ്കല്പികമാണ്. അത് തന്നെയാണ് ഞാൻ ചിന്തിച്ച് കൂടുമ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം. ഇതെല്ലാം സാങ്കല്പികമാണ്. ഇതൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്ന വർണ്ണങ്ങളാണ്, അല്ലാതെ അതൊന്നും റിയൽ ലൈഫിലുണ്ടാവുന്ന കാര്യങ്ങളല്ല എന്നെനിക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരിക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റ.